അതിഗുരുതരമായ ആരോപണമാണ് PV അൻവർ ഇന്ന് ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസക്കാലമായി ഒരു ഭരണകക്ഷി MLA സംസ്ഥാനത്തെ പോലീസ് ഭരണത്തിൽ അധോലോകമുണ്ട് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ PV അൻവറുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു ADGPയും ചേർന്ന് കേരളത്തിൽ എല്ലാ തരത്തിലുള്ള വൃത്തികേടുകൾക്കും നേതൃത്വം കൊടുക്കുന്നുവെന്നൊരു ഭരണകക്ഷി MLA പറയേണ്ടി വരുന്ന സാഹചര്യം എത്രമാത്രം അപമാനകരമാണ്. നാണമുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രി രാജിവെച്ചു പോയല്ലേ വേണ്ടേ? ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ? മന്ത്രിമാരുടെയും MLAമാരുടെയും ഫോണുകൾ വരെ ടാപ്പ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു? സാധാരണഗതിയിൽ ഒരു വ്യക്തിയുടെ ഫോൺ ടാപ്പ് ചെയ്യുന്നതിന് പലതരത്തിലുള്ള നിയമപരമായ നടപടികളും സ്വീകരിച്ച് വേണം ചെയ്യാൻ. എല്ലാവരുടെയും ഫോണുകൾ അങ്ങനെ ടാപ്പ് ചെയ്യാൻ കഴിയില്ല. പോലീസ് മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത്. ഏതായാലും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ വൃത്തികെട്ട ഒരു ഭരണമാണ്. അധോലോകത്തിന്റെ പിടിയിലായിരിക്കുന്നു കേരളത്തിലെ പോലീസ്. പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഈ ADGPയും ചേർന്നുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് ഒരു ഭരണകക്ഷി MLA പറയുമ്പോൾ എന്താണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത്? എന്താണ് ഈ കേരള പോലീസിന്റെ അവസ്ഥ? കേരള പോലീസിന് ഇതുപോലൊരു അപജയം ഉണ്ടായൊരു കാലമുണ്ടായിട്ടുണ്ടോ? അന്തസ്സില്ലാത്ത ഒരു ഭരണകൂടമാണ് കേരളത്തിൽ നിന്ന് നിലവിലുള്ളത്. ഒരു കാലത്തും ഭരണകക്ഷിയിൽപ്പെട്ട MLAമാർ പോലീസിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അന്വയിച്ച ആരോപണങ്ങൾ ഒരു CV അന്വേഷണത്തിന് വിടാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. മുഖ്യമന്ത്രി നമശിവ മജിസ്ട്രേറ്റായിട്ടിരിക്കുകയാണ്. ഭരിക്കുന്നതെല്ലാം പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. നേരത്തെ തന്നെ ഉയർന്നു വരുന്ന ആരോപണമാണ്. അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല എന്ന് വേണം നമ്മൾ കരുതാൻ. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പങ്കോടുകൂടിയാണ്, അറിവോടുകൂടിയാണ് ഇത് ചെയ്തതെന്ന് വേണം നമുക്ക് കരുതുവാൻ. 100% കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി P ശശിയാണ്. കേരളത്തിന്റെ DGP എന്ന് പറയുന്ന ADGP ആണ്. ഇവിടെ മുഖ്യമന്ത്രിയും ഇല്ല, DGPയും ഇല്ല. DGP ആരാണെന്ന് പോലും ആർക്കും അറിയില്ല. ഈ തരത്തിൽ കേരള പോലീസിനെ അധപ്പതിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടാകില്ല. എന്തെല്ലാം ആരോപണമാണ് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA പുറത്തു കൊണ്ടിരുന്നത്? മരം വെട്ട് കേസിലെ ഒരു പ്രതിയായിട്ടുള്ള ഒരു SP-യുടെ സംഭാഷണം പുറത്തു വന്ന എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്? ഇതുപോലൊരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നാണമില്ലാതെ വീണ്ടും ഭരണത്തിൽ കടിച്ചു നൂങ്ങി നിൽക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ അപമാനകരമായ സ്ഥിതിവിശേഷമല്ലേ ഈ ഇടതുമുന്നണി ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരു കാരണവശാലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. കേരളത്തിലെ പോലീസും ഭരണ സംവിധാനവും ആഭ്യന്തര വകുപ്പും ഇന്ന് അധോലോകത്തിന്റെ പിടിയിലായിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.